guys, welcome back. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വേറൊന്നുമല്ല, കുറച്ച് വണ്ടീസ് നമുക്ക് പോയി ഒരു വണ്ടി റിപ്പയർ ചെയ്യണമെന്നുണ്ട്. നമ്മൾ ആ റിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ആ റിപ്പയറിന് വേണ്ടി നമ്മുടെ കമ്പനി വണ്ടിയായ ഡോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡോട്ടിലോട്ടൊരു വേറെ വണ്ടിയിൽ കൂടെ എത്തുമ്പോൾ കാണാം. നമ്മൾ നേരെ ആ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. ഏതാ വണ്ടി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പുതിയ വർക്ക്ഷോപ്പ് നിങ്ങളെല്ലാവരും കഴിഞ്ഞുള്ളിൽ കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മൾ ആ വർക്ക്ഷോപ്പിൽ ഇട്ടപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. അടുത്തുള്ള സ്ഥലമാണ്, അതുകൊണ്ട് പോകാൻ പറ്റുന്നത്. ഈ വണ്ടി നമ്മൾ ഓപ്ഷൻ മേടിച്ച വണ്ടിയല്ല, പുതിയ വണ്ടിയാണ്. ഈ വണ്ടി നമ്മുടെ കമ്പനി വണ്ടി എടുക്കാൻ പോവാണ്. ഗ്യാരേജിന് ട്രെയിൻ സർവീസ് അല്ല, നമ്മുടെ ഓണറിൻ്റെ അല്ല, നമ്മുടെ എൻ്റെ വണ്ടി തന്നെ ആയിട്ട് എടുക്കാൻ ഈ വണ്ടി. രണ്ട് മൂന്ന് വണ്ടി ഉണ്ട്, എന്നാലും നമ്മൾ കമ്പനി മാത്രം കൊണ്ടുവരണം. ഇതാണ് വീട്. ഇതല്ല വഴിയൊക്കെ മാറിപ്പോയി പെട്ടെന്ന്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ SRT കയറുന്ന എൻ്റെ പേര്, കാരണം ജിപ്പൊക്കെ പൊട്ടുന്നൊരു ഡൗട്ടുണ്ട്. എനിക്ക് ഈ വണ്ടി വിട്ടിട്ട് വേണം നമ്മുടെ ഹസ്ബൻഡ് സൈഡിലെ വണ്ടി കൊണ്ട് നമുക്ക് കൊണ്ടുപോയി പണിയാൻ. ആ വണ്ടി ബ്രെയിൻ പ്രൊട്ടക്ഷൻ EPF പോലത്തെ നമ്മുടെ ബ്രെയിൻ പ്രൊട്ടക്ഷൻ കാർഡ് ഒട്ടിക്കാൻ വേണ്ടിയാണ് വന്നതാണ്. കുറച്ച് പെയിൻറ്റിങ് ന്യൂ പെയിൻറ്റിങ് അത് റെഡിയാക്കി ഉണ്ട്. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്, ഞാൻ കണ്ടു. നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല. ഞാൻ പോയിട്ട് ആ വണ്ടി എടുത്തിട്ട് വരാം. നമ്മുടെ വണ്ടി ഇവിടെ ബാക്കിലേക്ക് ഇടാം. ഉണ്ട് വിളിക്കുക. അപ്പോൾ ഇവിടെ കാറൊന്ന് ഇവിടെ കൊണ്ടുപോയി ഇവിടെ ഇട്ടേക്കാം. നമ്മളെപ്പോഴും ഉള്ള വണ്ടി എടുക്കാറ് നമ്മുടെ ഓൾഡ് കസ്റ്റമറാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇടാറില്ല. നമുക്ക് വണ്ടി പോയി നമ്മുടെ വണ്ടി എടുത്തിട്ട് ഇതാണ് നമ്മുടെ ആ പുള്ളിയുടെ വണ്ടി. ഇതിലെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സൈഡ് കണ്ട ചില്ല് പൊട്ടിയിട്ടുണ്ട്, അവിടെ ചില സ്ക്രാച്ചൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റ് മാറ്റണം. പിന്നെ ഇതിൽ ചെയ്യേണ്ട പണികളൊക്കെ ഒന്നും ചെയ്യണം. പിന്നെ അങ്ങനത്തെ കുറച്ച് പണി. വണ്ടി ഫുള്ള് നമ്മൾ പെയിൻറ്റ് ചെയ്താണ് വണ്ടി. കണ്ടിൻ്റെ മസ്താങ്ങിൻ്റെ ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലെ നമ്മുടെ ഹെഡ് ലൈറ്റൊക്കെ പൊട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് പെയിൻ്റൊക്കെ മാറ്റി കിട്ടണം. നമ്മുടെ വണ്ടി ബാക്കി കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ ഒന്ന് പോയി പറഞ്ഞത്. ഇതാണ് നമ്മുടെ മസ്താങ്.
കറങ്ങി നിൽക്കുന്നുണ്ട്. ഇവിടെ തന്നെ പോകാൻ നല്ലത്. ഫോണിൽ മാറ്റാൻ പാടില്ല. നമ്മുടെ പണിയുണ്ട് തന്നെ 2:30 നാളെ 5 മണിക്ക്. അപ്പോൾ നമ്മൾ നാളെ ആയിട്ട് കാണാം. വണ്ടിയിൽ ഇപ്പോഴത്തെ അവസ്ഥ ഫുള്ള് ചെളിയൊക്കെയാണ്. അപ്പം ആ പെയിൻറ്റിങ് ബൂത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മുടെ പെയിൻറ്റിങ് ബൂത്ത് വരെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ് ബൂത്ത് വണ്ടി നമ്മുടെ വണ്ടിയുടെ ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വണ്ടിയുടെ ഉള്ളൊന്നും ഇത് കാണില്ല. നമ്മൾ കുറച്ച് മെക്കാനിക്കൽ വർക്കും ഉണ്ടായി, നമ്മൾ തീർത്തുണ്ട്. പിന്നെ ജാക്കി അല്ല ലിഫ്റ്റിൽ നിന്ന് നമ്മുടെ വണ്ടി താത്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഡെലിവറി കൊണ്ട് കൊടുക്കാം. ഇച്ചിരി വൈകി 7:30 കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്ന സാറ് വിളിച്ച് നമ്മൾ കൊണ്ടുകൊടുക്കാൻ പോകണം. പെയിൻറ്റിങ് ഒന്ന് കാണിച്ചാൽ ഞാൻ ചുറ്റിയാണ് പോകണം. ഈ മേളിൽ കുറച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്തതിൻ്റെ ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് അടിച്ചത് ഗ്ലോസി ഓറഞ്ച് എന്ന് പറഞ്ഞ കളറാണ് കണ്ട. പിന്നെ ഓറഞ്ച് ടിൻറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ കാണിച്ചതാണ്. ഓറഞ്ച് ടിൻറ്റ് അപ്പുറത്ത് പിന്നെ ഫ്രണ്ടിൽ നമ്മുടെ നമ്പർ പ്ലേറ്റ് മേളിലൊരു എനർജിയുടെ ഇത് തൽക്കാലം അതാണ് കൊടുത്തായിരുന്നത്. നമ്മുടെ ഡോഡ്ജിന് നമ്മൾ ഇനി ഇവിടുന്ന് ഇങ്ങനെ ഇടാൻ പറ്റും.
കാറിൻ്റെ ഉണ്ട് ഒടിഞ്ഞാലും വേറെ വെച്ച് മറ്റു വണ്ടിയോടെ നടക്കുന്നുണ്ട് നമ്മൾ